നമസ്കാരം. സൗദി അറേബ്യയും പാകിസ്ഥാനും നിർണായക പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ ഔദ്യോഗിക സന്ദർശനത്തിനിടെയാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കപ്പെടുമെന്നതാണ് ഈ ഉഭയകക്ഷി കരാറിലെ ഒരു പ്രധാന വ്യവസ്ഥ. സൗദി കിരീടാവകാശിയുടെ റിയാദിലെ അൽ യമാമ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ ഒരു വിഷയമായി മാറാനുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഇന്ത്യയുമായി ഏറ്റവും അടുപ്പം പുലർത്തുകയും ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്താൻ തയ്യാറായി നിൽക്കുകയും കൂടുതൽ വാണിജ്യ ബന്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൗദിയെ പോലെ ഒരു രാജ്യം ഇത്തരമൊരു കരാറിൽ ഒപ്പിടുമ്പോൾ അത് ഇന്ത്യക്ക് ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. ഇന്ത്യയെ ആക്രമിക്കാൻ അമേരിക്കയുടെ സഹായം തേടി കുറെ കാലുപിടിച്ചു നടന്നുവെങ്കിലും ഒരു രക്ഷയും ഇല്ലാതെ വന്നതോടെയാണ് എങ്കിൽ പിന്നെ ഇത്തരത്തിൽ ഇന്ത്യയെ പെടുത്താം എന്നുള്ള തീരുമാനത്തിൽ പാകിസ്ഥാൻ എത്തിയതെന്ന് വേണം വിലയിരുത്താൻ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് പാക് പ്രധാനമന്ത്രി ബുധനാഴ്ച റിയാദ് സന്ദർശിച്ചതെന്നൊരു സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള 8 പതിറ്റാണ്ടായി നീണ്ടു നിൽക്കുന്ന ചരിത്രപരമായ പങ്കാളിത്തം അടിസ്ഥാനമാക്കിയാണ് പ്രതിരോധ ഉഭയകക്ഷി കരാർ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യത്തിന്റെയും ഇസ്ലാമിക ഐക്യദാർഢ്യത്തിന്റെയും പരസ്പര ബന്ധവും ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ താൽപര്യങ്ങളും പ്രതിരോധ സഹകരണവും കരാറിൽ പ്രതിഫലിക്കുന്നതായും പ്രസ്താവന വ്യക്തമാക്കുന്നു. തങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശികമായും ആഗോളതലത്തിലും സുരക്ഷയും സമാധാനവും കൈവരിക്കുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്ന ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ വികസിപ്പിക്കാനും ഏത് ആക്രമണത്തിനുമെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നു. ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കപ്പെടുമെന്ന് കരാർ വ്യക്തമാക്കുന്നതായി പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. കൂടിക്കാഴ്ചയുടെ പുറത്തു വന്ന ഒരു ചിത്രത്തിൽ ഷെരീഫിനും സൗദി കിരീടാവകാശിക്കുമൊപ്പം പാക് സൈനിക മേധാവി അസീം മുനീറിനെയും കാണാം. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പര പ്രതിരോധ കരാർ ഒപ്പിട്ടതായുള്ള റിപ്പോർട്ടുകൾ കണ്ടതായും രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശികവും ആഗോളവുമായ സ്ഥിരതയ്ക്കും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കുമെന്നും ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും എല്ലാ മേഖലകളിലും സമഗ്രമായ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മാധ്യമങ്ങളോടുള്ള ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെയും അതിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെയും തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ കരാർ ശ്രദ്ധ നേടുന്നു. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. നിലവിൽ സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഈ വർഷം ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റിയാദ് സന്ദർശന വേളയിൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചിരുന്നു. ഇനി വേണമെങ്കിൽ ഇന്ത്യയുടെ നെഞ്ചത്ത് കയറി എന്ത് തോന്നിവാസവും കാണിക്കാമെന്നും സൗദിയെയും സൗദി പ്രതിനിധീകരിക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളെയും ഭയന്ന് മോദി കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നും കരുതിയാണ് പാകിസ്ഥാൻ സൗദി വരെ പോയി കരാർ ഒപ്പിട്ടതെങ്കിൽ അത് വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ട്രംപ് വിചാരിച്ചിട്ട് കുലുങ്ങാത്ത മോദിയാണ് പാകിസ്ഥാന്റെ വാരിക്കുഴിയിൽ വീഴുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച